ഒരു കമ്മിയും ഇല്ല. ഈ അമ്മാവിടെ എനർജി ശരിക്കും മക്കൾക്ക് ആർക്കാ കിട്ടിയേ? അമ്മക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 4 4 പോകാം. അനീഷനോട് എന്തായിരുന്നു ആദ്യം എന്ന് പറഞ്ഞ അതിനൊക്കെ എക്സൈറ്റ് ചെയ്യിച്ച ആ ഒരു സംഭവം എന്തായിരുന്നു? അഭിഷേകിന് എന്നെ ആദ്യം പരിചയമുണ്ട്. അത് ഓർത്ത് ഫസ്റ്റ് കാസ്റ്റ് തന്നെ എന്നെ ചെയ്തിട്ടുണ്ട്. ആണോ? അതെന്തായിരുന്നു അങ്ങനെ പരിചയത്തിന് പുറത്ത് മാത്രം കൊടുത്ത റോളായിരുന്നു? കറക്റ്റ് ഒരു അതിനകത്തൊരു സൈക്കോ ക്യാരക്ടർ ആണ്. അപ്പൊ ഞാൻ നോക്കി കറക്റ്റ് ആയിരുന്നു. പരിചയമുണ്ടല്ലോ. അപ്പൊ തന്നെ പറയും ചേട്ടൻ ബെസ്റ്റ്. പരിചയത്തിലുള്ള സൈക്കോ. പക്ഷേ ക്യാരക്ടർ ചെല്ലും തോറും സ്ഫുടമായിട്ട് മനസ്സിലായി തുടങ്ങിയില്ലേ? ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഒന്നും കൂടി ഇട്ട് കണ്ടുപോകും. ഈ പ്രശ്നം എനിക്ക് തോന്നുന്നു ക്രിസ്റ്റഫറിലും ഉണ്ടായിരുന്നു. കാരണം ഷൈൻ്റെ ചില ഇരിപ്പുകളൊക്കെ ഉണ്ടാവും, കാലെടുത്ത് വെക്കുന്നതും ഒക്കെ കുറെ കാര്യങ്ങള് സാദൃശ്യം തോന്നും. കാരണം ഒരേ വ്യക്തി തന്നെയല്ലേ. അതാ ഞാൻ കാല് മാറ്റി വെച്ച് വരാൻ പറ്റില്ലല്ലോ. അല്ല, അപ്പം ഈ ഓവർ എക്സ്പോസ്ഡ് ആവുന്ന അപ്പൊ കുറച്ചും കൂടെ പ്രായം കുറച്ചും കൂടെ കുറഞ്ഞ പോലെ പണ്ടത്തെ കാലത്തേക്ക് അങ്ങനെ പറയില്ലല്ലോ, അതങ്ങനെ നിൽക്കുമല്ലോ. പ്രായമാണ് നീ എന്തിനാ ആവശ്യമില്ലാത്ത മനസ്സിൽ കുറഞ്ഞു. നമ്മള് മനസ്സിൽ കുറയും, അതോ പിന്നെ അത്രേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ എങ്ങനെ കുറയ്ക്കുന്നത്? നമ്മളെ കൊച്ചു കുട്ടികൾ, ഞാൻ അന്നും ഇന്നും എപ്പോഴും കൊച്ചു കുട്ടികളെ പോലെ ബുദ്ധി വളർന്നിട്ടില്ല. പ്രതീക്ഷിതമായിട്ട് വന്നൊരു പേരാണ് ആക്ച്വലി. ഇത് ഞാൻ എൻ്റെ വേറെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ആലോചിച്ച് വെച്ചൊരു ടൈറ്റിലായിരുന്നു. ഇത് ഉയർന്നുള്ള ടൈറ്റിൽ ആദ്യം എനിക്ക് അയച്ചപ്പോ എനിക്ക് വായിച്ചപ്പോ വേറെ ഒന്നായിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു പ്രേതം എങ്ങനെയായിരിക്കും? ഒരു സുന്ദരിയായിരിക്കണം. 2-3 ക്യാരക്ടറിസ്റ്റിക്സ്. മസ്താനിയെ പോലെ ഇരിക്കണം. അത്ര മോശമാണോ? ദോഷം പൊരണ്ട്. ഇത് കൊട്ടാരല്ലെങ്കിലും സ്വന്തം എന്ന് പറയാൻ പൊരണ്ട്. തിന്നാനും കുടിക്കാനും കിട്ടുന്നുണ്ട്, ഇടാനും ഉടുക്കാനുണ്ട്. കൊതുള്ള സമയം വരെ പണിക്കും പോവാം. എന്തുള്ള സമയം? ആരോഗ്യം അത് മാറിയില്ലേ, പണിക്കും പോവാം. അപ്പൊ അതേത് പണി? സംസാരിക്കുന്ന കൺവിൻസിംഗ് ആയിട്ട് ഇരിക്കുന്ന പോലെ ഉണ്ടോ? She was just herself. അല്ലേ? അല്ല, ഈ കഥാപാത്രം ഒരു പക്വതയുള്ള കഥാപാത്രം. അതെ. പക്വതയുള്ള ഒരു കഥാപാത്രം തീരെ പക്വതയില്ലാത്ത ഒരാൾ ചെയ്താൽ എങ്ങനെ? പക്ഷെ നന്നായിരുന്നു. നമ്മളും വളരെ സത്യസന്ധമായിട്ട് അതില് നമ്മൾ രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് സത്യസന്ധമായിട്ടുള്ള ഡേറ്റിംഗ് പാർട്ട്നേഴ്സിനെ കിട്ടുള്ളൂ. അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കും അതിൽ. എന്നിട്ട് ഞാൻ ചോദിക്കും ഡേറ്റിംഗ് ആപ്പില്ല, സോ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡേറ്റിംഗ്? നോ ഐ കെയിം ഹിയർ ജസ്റ്റ് ഗെറ്റ് ബോർഡ്. അപ്പോൾ തുമ്പിനെ പിടിക്കാൻ വന്നാണല്ലോ. പിന്നെ രാവിലെ ജിമ്മിൽ പോകും, അഡ്മിഷൻ എടുക്കും. അവിടെ ചെന്നിട്ട് അവിടെ ചെറിയ റീൽ എടുത്തും, അവിടെ ചെന്നിട്ട് മറ്റേ ഇൻസ്റ്റാഗ്രാമിലെ പേജ് പുള്ളിയുടെ റീലൊക്കെ കാണിച്ചിട്ട് പിന്നെ അവിടെ ചുറ്റിപ്പറ്റി കുറച്ച് ഫാൻസ് വീണ്ടും അവിടെ നിന്ന് കൊണ്ടുവരും. അങ്ങനെ മൊത്തത്തിൽ പുള്ളി ശരീരം നോക്കും ഒരു ആക്ടർ. നമ്പർ വേണോ ആരെങ്കിലൊക്കെ? വിശ്വാസം ഇല്ലാതെ ചേട്ടൻ്റെ മോള് സിനിമയിലേക്ക് വന്നു. ഇപ്പം റീസെന്റ് വന്നിരുന്നു. അപ്പൊ മോള് സിനിമയിലേക്ക് വന്നപ്പോൾ മോൾക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു ഉപദേശം, നീ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് കൂടെ ഒന്ന് പഠിപ്പിച്ചു. എന്തെങ്കിലും ഒരു സിനിമ ചെയ്യണം, ആ സിനിമയിൽ ഞാൻ തന്നെ ഒരു കഥാപാത്രം ആകണം എന്നൊക്കെ ചേച്ചിക്ക് പ്ലാൻ? ഞാനൊരു നല്ല ഡാൻസറാണ്, എനിക്കൊരു ഡാൻസ് സിനിമ എടുത്താൽ കൊള്ളാമെന്നുണ്ട് ശരിക്കും. അതിൽ ബൈച്ചേട്ടൻ ഉണ്ടാവോ? ഞാനും ഡാൻസറായിട്ടുണ്ടാവും. ഇന്ന് മറ്റേ കെന്നാശം ഒറ്റയ്ക്ക് വരാന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ച്. ഞങ്ങൾ ഭയങ്കര സർപ്രൈസസ് ഒക്കെ ആയിരുന്നു. ചെന്നൈന്ന് തന്നെ ഞങ്ങൾ കൊണ്ടുവരാനിരുന്ന. കെന്നാശം എന്ന് വെച്ചാൽ
കെന്നഡ ഷോ കെന്നൽ ഷോയ്ക്ക് ടിക്കറ്റ് കെന്നൽ ഷോ ഇല്ല പട്ടി അല്ല ഡോഗ് ഷോ അയ്യോ അത് കെന്നൽ ഷോ കെന്നൽ ഷോ ഇത് കെന്ന എന്റെ പട്ടി ഷോ പെരുപ്പിക്കുന്നതിന്റെ ഏരിയ ആയിട്ട് ജയറാമേട്ടൻ പണ്ടേ അങ്ങനെ അങ്ങനെ നേച്ചർ അങ്ങനെയാണ്. പണ്ട് ഇപ്പം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു 1000 പേരുണ്ടെങ്കിൽ പുള്ളി പറയും 10,000 പേരുണ്ടായിരുന്നു. നേരിട്ട് കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ, പറച്ചിൽ അവതരണമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ ഈയിടെയായിട്ട് പുള്ളി ഇച്ചിരി കളിയാക്കുന്നുണ്ട് ആൾക്കാർ. അത് കാണുമ്പോ ഒരു വിഷമം എളിമ ഓടിപ്പോയത് വിഷമം തോന്നുന്നുണ്ടോ? ചേട്ടാ എളിമ കാണിച്ചാലും കുഴപ്പമാണ്. ഇപ്പൊ മറ്റേത് പറയും ഇവന് എളിമ എന്റെ ആകാരിയാണെന്ന്. ഇത് ഇച്ചിരി എളിമ കൂടിയപ്പോഴത്തേക്ക് അതിനെ ട്രോളി കൊല്ലാണ്. പക്ഷെ ചകല കുറച്ചാ നല്ലത്. ഞാൻ പറയാതിരിക്കുക പുള്ളി മലയാളിക്ക് ഇത്രയും വേണ്ട, മലയാളിക്ക് ഇത്രയും എളിമ കൊടുക്കരുത്. തമിഴിലൊക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ബേബി ഗേളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 5 ദിവസം പ്രായമുള്ള ഈ കുട്ടീന് കറക്റ്റ് ഈ ഒരു ടൈം ആയിട്ട് എങ്ങനെ? അത് ഞങ്ങളുടെ ലൈൻ പ്രൊഡ്യൂസറിന്റെ കഴിവായിരുന്നു. പുള്ളി വളരെ പ്രീവിയസ് ആയി പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ ഷൂട്ട് പുള്ളി കറക്റ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത് ആ സമയത്ത് ഡേറ്റ്സ് ഒക്കെ വാങ്ങി വെച്ച് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ അഖിലിന്റെ കഴിവ് മാത്രമാണ്. പുള്ളിയുടെ കുട്ടിയായിരുന്നു. പുള്ളി അത് പ്രീ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റിന് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി പുള്ളി ലൈഫ് കൊടുത്തു. എന്നോട് ഭാര്യ മിക്കവാറും പറയാം, ഏത് ഭാര്യ? അയ്യോ വല്ലവരുടെ ഭാര്യയാണെങ്കിൽ ഞാൻ ചോദിക്കാം. വല്ലവരുടെ ഭാര്യ മിക്കവാറും പറയാറുള്ളതും ഞാൻ അനുസരിക്കാത്തതുമായ ഒരു കാര്യം ഡാഷാണ്. ഇന്ന് വേണ്ട, നാളെ മതി. ബൈജുവേട്ടന്റെ സ്കിൻ കെയർ റൂട്ടീൻ എന്താണ്? ഓ മൈ ഗോഡ്, ഇപ്പോഴാണ് സന്തോഷമായത്. ഒന്നുമില്ല, ജന്മന എങ്ങനെ തന്നെയാണ്. ഭയങ്കര ശരിക്കും ഞാൻ പറയും, ഞാൻ ഇന്നലെയും ചോദിച്ചില്ലേ സ്കിൻ കെയർ എന്താണെന്ന്. ഞാൻ ഒന്നും ചെയ്യാറില്ല. ഒരു തരത്തിലുള്ള മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും. സിനിമയിൽ കുറച്ച് അത്യാവശ്യം ഇടുന്നുള്ളതല്ലാതെ ലൈഫിൽ ഒരു മേക്കപ്പും ഇല്ല. കുറെ നാളുകളായിട്ട് ഇങ്ങനെ തന്നെയാ കാണുന്നത്. നല്ല മനസ്സിന്റെ ഉടമയായി നോക്കിയേ. അതല്ല ഗ്ലോ ചെയ്യും. കയ്യിലിരിപ്പൊക്കെ മോശമാണ്, എന്നിട്ടും ഇരിക്കുന്നുണ്ടോ? അപ്പം ഞാൻ വണ്ടിയിൽ ഒട്ടും ഭ്രമമുള്ള ആളല്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പൊ ബെൻസ് GLS എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ എനിക്കൊരു ചമ്മല. ഈ ബെൻസ് ഒക്കെ ബൈജു നായർക്ക് പോലും ഉണ്ടെന്നേ. പക്ഷേ എന്റെ ലൈഫിൽ പ്രണയമൊക്കെ ഉണ്ടായിരുന്നു, പോയി. കയ്യിൽ പോലിരിക്കും. അല്ല അങ്ങനല്ല. ഇവരെ ആരും ഇൻവൈറ്റ് ചെയ്തില്ലല്ലോ? ചെയ്തോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് മാത്രല്ലേ? എനിക്കിഷ്ടമല്ല. എന്നാലും വിളിച്ചില്ലേ? അതല്ല, മട്ടൻ ബിരിയാണി. ഓ, ഇപ്പോഴും ആ രുചി എന്റെ വായിന്ന് പോയിട്ടില്ല.